നീതിയുള്ള ജോസഫ് പള്ളി വിദ്യാഭ്യാസം സുഹൃത്തുക്കൾ കിഡ്നി ഫൗണ്ടേഷൻ ഇരിങ്ങാലക്കുട ചെറുമലച്ചൻ ജീവകാരുണ്യം സന്ദേശയാത്രയോടനുബന്ധിച്ച് ഒരു സ്വീകരണം കൊടുക്കണമെന്നുള്ളൊരു ആശയം നിലവിൽ വന്നപ്പോൾ കേരളത്തിലെ ഇരിങ്ങാലക്കുടയിൽ തന്നെ ഇത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മൾ ഇന്നും വളരെ വളരെ മുന്നിലാണ്. അതിന് സംഘടിപ്പിക്കാൻ നമുക്ക് ഇപ്പോഴും സാധിക്കാറില്ല. പല മേഖലകളിൽ നമ്മൾ നല്ല ശരിയും കഴിയും. ഈ മുഹൂർത്തത്തിൽ നമുക്ക് സാധിച്ചു. 6 മാസം മുൻപ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്തു. നമ്മുടെ ഒരു പൊസിഷൻ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് മനസ്സിലായി. ഇരിങ്ങാലക്കുടയിലും ചുറ്റുപാടുമുള്ള നിത്യേന മുതൽ ആഴ്ചയിൽ ഡയാലിസിസ് നടത്തുന്ന ഒട്ടേറെ രോഗികളുണ്ട് എന്നും കൂടുതൽ ആളുകളിലേക്ക് ഈ വൃക്ക രോഗം അതിക്രമിച്ച് കടക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് സാധിച്ചു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വേണം നമ്മുടെ സമൂഹത്തെ സഹായിക്കാനും സേവിക്കാനും എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ലോഞ്ചിങ് വരുന്ന 19-ാം തീയതി നടത്തപ്പെടുക. ഇനി നമുക്ക് പിന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. കാരണം ഇന്ന് നാടിന്റെ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ ജോസ് സൂചിപ്പിച്ചത് ശരിയാണ്. ഇതൊരു ചികിത്സാ വിധി മാത്രം പോരാ, ഇതിന്റെ പ്രതിരോധം വേണം. ഇതിനെ തിരിച്ചറിയാനായിട്ട് കഴിയാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ കിഡ്നി ദാനം ചെയ്യാനായിട്ട് ഇപ്പോൾ അവയവദാനം എന്ന് പറയുന്നത് ലോകമെമ്പാടും വളരെ സാർവത്രികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൻ്റെ ഒരു അവയർനെസ് നാട്ടിലെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഉണ്ടാവും. അപ്പൊ അതിന് ഏറ്റവും സഹായകമാവും ഇന്ന് ആധുനിക യുഗത്തിന് ആ ആധുനിക ലോകത്തിന്റെ ചുവടുവെപ്പുകൾക്കനുസരിച്ച് വെബ്സൈറ്റ് രൂപം. എല്ലാവർക്കും നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കും. നമ്മുടെ ഉത്തരവാദിത്തം കുറച്ചുകൂടി വർദ്ധിക്കുക. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരം ഈ സൈറ്റിൽ കൂടി പൊതുജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി താല്പര്യമുള്ള എല്ലാവർക്കും അവസരമാണ്. അപ്പോൾ അതിന് നല്ല നേതൃത്വപരമായിട്ടുള്ളൊരു നിലപാടും സമീപനവും ഭാരവാഹികളുടെ ഭാഗത്തുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ നല്ല നിലയിൽ ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ആർജിച്ചുകൊണ്ട് സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യാവുന്ന ഒരു ഫൗണ്ടേഷനായി ഇരിങ്ങാലക്കുടയിൽ മാറാൻ സാധിക്കും. എന്നെ സന്തോഷപ്പെടുത്തിയ വേറൊരു കാര്യം, ഈ സംഘടന ഇത്രമാത്രം വനിതകളെ ഇതിന്റെ ഭാരവാഹിത്വത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ അംഗങ്ങളായി ചേർക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് 50% വനിതകളുടെ സംവരണം വന്ന സാഹചര്യത്തിൽ അതിനെ മുന്നിട്ടിറങ്ങാനായിട്ട് വനിതകൾക്ക് ആ തീരുമാനം വലിയൊരു ആവേശം പകർന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് വളർന്നു വരാൻ ചിന്തിക്കാനും കഴിയുന്നുണ്ട്. കാരണം മനുസ്മൃതിയിൽ സ്ത്രീയെ കുറിച്ച് പറഞ്ഞില്ല, സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണ് മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ല. ശൈശവ ദശയില് അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ കഴിയുക, കൗമാരത്തിൽ ഭർത്താക്കന്മാരെ സംരക്ഷിക്കാൻ കഴിയുക, വാർദ്ധക്യകാലത്ത് മക്കളുടെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ പഴയകാല സങ്കല്പം. അപ്പൊ അതിനൊരു മാറ്റം വന്നിരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള സംഘടനകളിൽ ഒക്കെ കൂടുതൽ വനിതകളുടെ ഒരു പങ്കാളിത്തം ലഭിക്കുന്നത് വഴി ഞാൻ കരുതുന്നു സമൂഹത്തിനോട് കുറെ കൂടി കരുണയുള്ള പ്രവർത്തനം. ഞാൻ പുരുഷന്മാർക്ക് കരുണയുള്ള പ്രവർത്തനത്തിന്റെ കുറവുണ്ടെന്നല്ല, പക്ഷെ കുറെ കൂടി അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം അച്ഛൻ്റെ മകനോടുണ്ടാവില്ല. അപ്പോൾ അമ്മമാർക്കാണ് സ്നേഹം കൂടുതലായി സമൂഹത്തിൽ പകർന്നുകൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള പങ്കാളിത്തത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ച് ഈ സംഘടന കൊണ്ട് എന്തുദ്ദേശിക്കും, ചെറുമലച്ചൻ രൂപം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ സങ്കല്പങ്ങളുണ്ടാവും. അതുപോലെ ഇന്ന് നമ്മുടെ സമൂഹം നോക്കിക്കാണുമ്പോൾ സമൂഹത്തിന്റെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങളുണ്ടാവും. അപ്പൊ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാവുന്ന ഒരു വലിയ സംഘടനയായി നമുക്ക് വളരാനായിട്ട് സാധിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കാമെന്ന് മാത്രം നിങ്ങൾ എല്ലാവരും സ്നേഹവും പറഞ്ഞുകൊണ്ട് ഈ സൈറ്റ് ഏറ്റവും വിജ്ഞാനപ്രദമായ ഈ രോഗങ്ങളെ സംബന്ധിച്ചു, രോഗത്തെ അറിയേണ്ടവരെ സംബന്ധിച്ചു, സാമൂഹ്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വലിയ സൈറ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പുറത്തുവച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ